എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല, അതായത് പ്രതീക്ഷിച്ച ഗ്രേഡ് കിട്ടിയിട്ടില്ല. ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ A+ കിട്ടുമെന്നായിരിക്കും പ്രതീക്ഷ ഉണ്ടാവുക. എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് B ഗ്രേഡ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നാൽ റിസൾട്ട് വന്നപ്പോൾ D ഗ്രേഡോ അതല്ലെങ്കിൽ E ഗ്രേഡോ ഒക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ച ഗ്രേഡ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് സൂക്ഷ്മ പരിശോധന, അതായത് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധനയാണ്. അതുപോലെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമുള്ളവർക്ക് ആ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടിനായിട്ട് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്യുന്നതിനാണ് റീവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു, +1 അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും റീവാലുവേഷൻ റിസൾട്ട് വരുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് ആകുമ്പോഴേക്കും റീവാലുവേഷൻ്റെ റിസൾട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് +1ൻ്റെ ഈ ഒരു അലോട്ട്മെൻറ്റിനെ ഇത് ബാധിക്കുന്നില്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു SSLC റിസൾട്ടിൻ്റെ സെർവറും അതുപോലെ തന്നെ നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു വെബ്സൈറ്റിൻ്റെ സെർവറും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി +1 അലോട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള HSCAP വെബ്സൈറ്റ് അതുപോലെ VHSCAP വെബ്സൈറ്റ് എന്നിങ്ങനെയുള്ള 2 വെബ്സൈറ്റുകളിൽ ഓട്ടോ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോഴേക്കുമാണ് ഈ ഒരു റീവാലുവേഷൻ റിസൾട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീവാലുവേഷന് ആവശ്യമുള്ളവർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് റീവാലുവേഷൻ അപേക്ഷിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് എടുത്ത ശേഷം അതിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും ഒപ്പിടണം. ഒപ്പിട്ട ശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ടും അതിൻ്റെ കൂടെ എത്ര രൂപയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു പൈസയും, അതായത് എത്ര രൂപയാണ് ഫീസ്, ആ ഒരു ഫീസും എടുത്തുകൊണ്ട് നിങ്ങളുടെ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപേക്ഷ നൽകിയാൽ നിങ്ങൾക്കൊരു റിസിപ്റ്റ് തരും. ആ ഒരു റിസിപ്റ്റ് വാങ്ങി നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. കാരണം റീവാലുവേഷനിൽ ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ റീഫണ്ട് കിട്ടുകയാണെങ്കിൽ ഈ ഒരു റിസിപ്റ്റ് കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ sslcexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അതായത് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി, ആപ്ലിക്കേഷൻ, രജിസ്ട്രേഷൻ, ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട് നിലവിൽ ഇപ്പോൾ ഈ ഒരു പേജ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് ഈ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പേജിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനായിട്ട് ആ ഒരു പേജിൽ ഒരു ബോക്സ് ഉണ്ടാവും. അവിടെ നിങ്ങളുടെ SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അവിടെ ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു 9 വിഷയം, അതായത് IT ഒഴികെയുള്ള 9 വിഷയത്തിൻ്റെ പേരും അതുപോലെ തന്നെ ആ ഒരു വിഷയത്തിന് നേരെ നിങ്ങൾക്ക് ഓരോ ബോക്സുകൾ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങളിപ്പോൾ ഫോൺ എങ്ങനെയാണ് പിടിക്കുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെ നേരെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ടേക്കായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ റീവാലുവേഷൻ ഏകദേശം 300ഓളം രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ സ്ക്രൂട്ടിനിക്കാണെങ്കിൽ 50 രൂപയാണ്, ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ 200 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പൈസ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ 300 ആണോ 400 ആണോ എന്നുള്ളത് ഡൗട്ട് ഉണ്ട്. ഈ ഒരു റീവാലുവേഷൻ സർക്കുലർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങളോട് കൃത്യമായിട്ട് പറയാത്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേജ്, അതായത് ഈ ഒരു റീവാലുവേഷൻ്റെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് റീവാലുവേഷനാണ് അപ്ലൈ ചെയ്യുന്നത്, സ്ക്രൂട്ടിനിക്കാണോ അപ്ലൈ ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിന് താഴെയായിട്ട് ടോട്ടലായിട്ട് എത്ര പൈസ ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാൽക്കുലേഷൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഏതൊക്കെ വിഷയങ്ങളാണോ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത വിഷയങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്താൽ ഗ്രേഡ് ചേഞ്ച് ആവും എന്ന് തോന്നുന്ന ഏത് വിഷയവും നിങ്ങൾക്ക് റീവാലുവേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫുൾ A+ കിട്ടിയവർ റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഫുൾ A+ ആണ്. അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്താൽ മതിയാകും. അതുപോലെ ഫോട്ടോ കോപ്പി ആവശ്യമുള്ളവർക്ക് A+ കിട്ടിയിട്ടുണ്ടെങ്കിലും വേണമെങ്കിൽ ഫോട്ടോ കോപ്പിക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ ആയിട്ടുള്ള ആ ഒരു ഏതൊക്കെ വിഷയം റീവാലുവേഷൻ അപ്ലൈ ചെയ്യണോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സബ്ജക്റ്റിന് നേരെയുള്ളത് സെലക്ട് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് താഴെയായിട്ട് ഇതേപോലെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യേണ്ട. അതുപോലെ തന്നെ ടോട്ടലായിട്ട് ഈ ഓരോ കാര്യത്തിനും റീവാലുവേഷൻ ഇത്ര പൈസയാണ്, സ്ക്രൂട്ടിനിക്ക് ഇത്ര പൈസയാണ്, ഫോട്ടോ കോപ്പിക്ക് ഇത്ര പൈസയാണ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ, അത് ഒപ്പിട്ട ശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ടും അതിൻ്റെ കൂടെ ആവശ്യമായ
ആവശ്യമായിട്ടുള്ള അതിൽ എത്രയാണോ പൈസ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പൈസയും എടുത്തുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് പോയിട്ട് ഈ ഒരു അപേക്ഷ നൽകുക. അപേക്ഷ നൽകി കഴിഞ്ഞാൽ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റെസിപ്റ്റ് തരും. റെസിപ്റ്റ് നിങ്ങൾ വാങ്ങിക്കുക. അത് നിങ്ങളുടെ ഫയലിൽ സൂക്ഷിച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം റീവാലുവേഷനിൽ നിങ്ങൾക്ക് കൂടിയ ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ തിരികെ റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പൈസ കിട്ടണമെങ്കിൽ ഈ ഒരു റെസിപ്റ്റ് കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റെസിപ്റ്റ് സൂക്ഷിച്ച് വെക്കണം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും റെസിപ്റ്റ് കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ റെസിപ്റ്റ് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.